ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഗുരുദർശനത്തിന്റെ അവസാന ദിവസമായ 15-ാം ദിവസത്തിലേക്ക് നാം എത്തിയിരിക്കുമ്പോൾ ആദ്യം തന്നെ ധന്യൻ മാർ യോഹന്നാനീസ് പിതാവിന്റെ ഓർമ്മ തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. പിതാവ് രചിച്ച വിശുദ്ധ കുർബാന ഒരു ധ്യാന പഠനം എന്ന ഗ്രന്ഥത്തിലെ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനുള്ള ഒരുക്കം എന്ന 10-ാമത്തെ അധ്യായത്തിലെ ഏതാനും ചില ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കാൻ പരിശ്രമിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ധ്യാന ചിന്തയിൽ പ്രത്യേകമായി നാം വിശകലനം ചെയ്യാൻ പോകുന്നത് എപ്രകാരമാണ് നാം വിശുദ്ധ കുർബാനയെ സമീപിക്കേണ്ടത് എന്നതാണ്. നാം വിശുദ്ധ കുർബാന നല്ല ഒരുക്കത്തോടുകൂടി വേണം സ്വീകരിക്കാൻ. അതുപോലെ തന്നെ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന അതൊരു അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ മാറുകയും ചെയ്യണം. ഇവയെപ്പറ്റി എന്താണ് മാർ യോഹന്നാനീസ് പിതാവ് തന്റെ ഗ്രന്ഥത്തിലൂടെ നമ്മോട് പറയുന്നത് എന്നതാണ് നാം ഇന്ന് പ്രത്യേകമായി ധ്യാനിക്കാൻ പോകുന്നത്. ഒരു ക്രൈസ്തവന്റെ വിശ്വാസ ജീവിത യാത്രയിൽ അവനോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വെളിപ്പെടുത്തിക്കൊണ്ട് അനുധാവനം ചെയ്യുന്ന 7 കൂദാശകളിൽ വിശുദ്ധ കുർബാനയെ കൂദാശകളുടെ കൂദാശ എന്നാണ് സഭ വിശേഷിപ്പിക്കുന്നത്. അത്രമാത്രം പവിത്രതയും വിശുദ്ധിയും നിറഞ്ഞവരായി വേണം നാം വിശുദ്ധ കുർബാനയെ സമീപിക്കാൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് ആരെങ്കിലും അയോഗ്യമായ അപ്പം ഭക്ഷിക്കുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ അവർ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും കുറ്റമുള്ളവനാകുന്നു. അതുകൊണ്ട് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. അയോഗ്യമായി വിശുദ്ധ കുർബാന സ്വീകരണം വഴി ആത്മാവ് വിശുദ്ധ ജീവിതത്തിന് ശക്തിയില്ലാത്തതായി തീരുന്നു. ആയതിനാൽ അയോഗ്യതയോടെ നാം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല. ശരിയായ ഒരുക്കവും അനുതാപവും അത്യന്താപേക്ഷിതമാകുന്നു. അയോഗ്യമായി വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവർ യേശു മിശിഹായുടെ സ്നേഹത്തെ തിരിച്ചറിയാതെ അവന്റെ പരിശുദ്ധതയെ ബഹുമാനിക്കാതെയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത് കൊണ്ട് അവർക്ക് ശിക്ഷാവിധി ഉണ്ടാകുന്നു. നാം ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അതൊരു അനുഭവമായി മാറുന്നു. ദിവ്യകാരുണ്യ അനുഭവത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സഹായിക്കുന്നതാണ് ധന്യൻ മാർ യോഹന്നാനീസ് പിതാവിന്റെ 13 ലഘു പ്രാർത്ഥനകൾ. ഈ പ്രാർത്ഥനയിൽ നിന്നും നാം തിരഞ്ഞെടുക്കുന്ന പ്രാർത്ഥന നിരന്തരമായ ധ്യാനത്തിലൂടെ അത് നമ്മുടെ ജീവിതമായി മാറുന്നു. ഉദാഹരണത്തിന് ഈ 13 പ്രാർത്ഥനകളിൽ ഒരെണ്ണം ഇപ്രകാരമാണ്: കർത്താവെ, നിന്നെ സമ്പാദിപ്പാനായി എന്നെ പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഈ പ്രാർത്ഥന നാം വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം അല്പസമയം ധ്യാനിക്കുകയും അത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യുന്നു. ഇത് തുടർച്ചയായി നാം ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥന തന്നെ നമ്മുടെ ജീവിതമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്രകാരം ഈ പ്രാർത്ഥന വഴി നമ്മുടെ ജീവിത ശുദ്ധീകരണത്തിനും യേശുവിനെ മഹത്വപ്പെടുത്തുന്നതിനും നാം പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഓരോ പരിശുദ്ധ കുർബാനയിലും നാം ഒരുക്കത്തോടു കൂടി സംബന്ധിക്കുമ്പോഴും അത് അനുഭവമായി തീരുമ്പോഴും നാം ദൈവത്തോട് കൂടുതൽ ഇഴുകിച്ചേരുകയും ദൈവസമ്പാദനത്തിന്റെ പാതയിൽ മുന്നേറുകയും ചെയ്യുന്നു. ദൈവസമ്പാദനമായിരിക്കട്ടെ നാം ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം. ധന്യൻ മാർ യോഹന്നാനീസ് പിതാവിന്റെ ഓർമ്മ തിരുനാളിൽ ആ പുണ്യതാതന്റെ മഹത്വചനം തന്നെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ദൈവസേവനം ഉത്തമം, ദൈവസമ്പാദനം അത്യുത്തമം.